नमस्ते बच्चों। तो आज हम एनसीईआरटी के 9th स्टैंडर्ड के एक पार्ट पढ़ेंगे जिसका नाम है दो बैलों की कथा। ये कथा जो है प्रेमचंद जी ने लिखी है। तो मुंशी प्रेमचंद जी के बारे में तो आप सब जानते होंगे। हिंदी साहित्य के एक महान साहित्यकार थे प्रेमचंद जी, जो कि कहानी सम्राट, उपन्यास सम्राट आदि नाम से जो है जाने जाते हैं। उनकी बहुत सारी रचनाएं हैं, जिनमें से बहुत प्रसिद्ध रचनाएं जो है कफन, सेवा सदन, निर्मला, ऐसे कहीं हैं। तो वो बहुत सारे उन्होंने कहानियां भी लिखी है। तो उनमें से एक छोटी सी कहानी हम यहाँ पे पढ़ने जा रहे हैं, दो बैलों की कथा। ये जो कथा है ये मनुष्य और जानवरों के बीच का जो रिश्ता होता है, नाजुक सा रिश्ता, इसके बारे में है। और एक तरफ से जो है स्वतंत्रता के बारे में भी उन्होंने इस कहानी द्वारा बताई है। चाहे वो जानवर हो या मनुष्य हो, स्वतंत्रता कितनी आवश्यकता है, स्वतंत्रता की जो कितनी आवश्यकता होती है, इसके बारे में भी बहुत अच्छे से यहाँ पर बताया गया है। तो हम पाठ की ओर बढ़ते हैं। तो उससे पहले जो है हम जो है लेखक का परिचय करते हैं, श्री प्रेमचंद जी। प्रेमचंद जी का जन्म सन 1880 में बनारस के लम्ही गांव में हुआ था। जुलाई 31 को 1880 में लम्ही गांव जो बनारस में है, वहां पर उनका जन्म हुआ था। उनका मूल नाम धनपत राय था। वो നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രേംചന്ദ് ജി എഴുതിയ ഒരു പാഠമാണ്. പാഠത്തിന്റെ പേര് ദോ ബൈലോं की കഥ. രണ്ട് ഓക്സുകളുടെ കഥ പറയുന്ന ഒരു ചെറിയൊരു സ്റ്റോറിയാണ് ദോ ബൈലോं की കഥ. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ആരാണ്? പ്രേംചന്ദ് ജി. മുൻഷി പ്രേംചന്ദ് ജിയുടെ യഥാർത്ഥ പേര്, മുഴുവൻ പേര് എന്ന് പറയുന്നത് ധൻപത് റായ് എന്നാണ്. അദ്ദേഹം എപ്പോഴാണ് ജനിച്ചിരിക്കുന്നത്? 1880 ലംഹി ഗാവ്, ബനാറസിലെ ലംഹി ഗാവിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ बाकी പറയാം നമുക്ക്. प्रेमचंद जी का बचपन अफवाहों में बीता और शिक्षण BA तक ही हो पाई. അപ്പോൾ കുട്ടിക്കാലത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെ അധികം പഠിക്കാനൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. BA വരെ മാത്രമേ അദ്ദേഹം പഠിച്ചിട്ടുള്ളൂ. उन्होंने शिक्षा विभाग में नौकरी की, परंतु असहयोग आंदोलन में सक्रिय भाग लेने के लिए सरकारी नौकरी से त्याग पत्र दे दिया और लेखन कार्य के प्रति पूरी तरह समर्पित हो गए. അപ്പോൾ അദ്ദേഹത്തിന് ഈ എഡ്യൂക്കേഷൻ്റെ ഫീൽഡിൽ തന്നെ ജോലി ഉണ്ടായിരുന്നു. പക്ഷേ അസഹयोग ആന്തോളനിൽ പങ്കെടുത്തത് കാരണം, ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് കാരണം അദ്ദേഹത്തിന് ആ ജോലിയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നു. सन 1936 में इस महान कथाकार का देहांत हो गया. അപ്പോൾ ഒക്ടോബർ 8, 1936 ഇദ്ദേഹം മരണപ്പെടുന്നത്. प्रेमचंद की कहानियाँ मानसरोवर के 8 ഭാഗോं में संकलित है. അപ്പോൾ ഇദ്ദേഹം എഴുതിയ കുട്ടി കുട്ടി കഥകളെല്ലാം ചേർത്ത് തന്നെ കുട്ടിയും വലുതുമായിട്ടുള്ള എല്ലാ കഥകളും മാൻസരോവർ എന്നും പറഞ്ഞിട്ടൊരു കഹാനി സംഗ്രഹത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. सेवासदन, प्रेमाश्रम, रंगभूमि, कायाकल्प, निर्मला, गबन, कर्मभूमि, गोदान उनके प्रमुख उपन्यास है. उन्होंने हंस, जागरण, माधुरी आदि पत्रिकाओं का संपादन भी किया है. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഇദ്ദേഹത്തിൻ്റെ രചനകളാണ്. നിർമ്മല, കായാകൽപ്പ്, കർമ്മഭൂമി, പ്രേമാശ്രം, സേവാസദൻ, ഗോദാൻ ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഉപന്യാസങ്ങളാണ്. ഇത് കൂടാതെ ഇദ്ദേഹത്തിന് ഹൻസ്, ജാഗരൺ, മാധുരി എന്നീ പത്രങ്ങളും ഉണ്ട്. कथा साहित्य के अतिरिक्त प्रेमचंद ने निबंध एवं अन्य प्रकार का गद्य लेखन भी प्रचुर मात्रा में किया. प्रेमचंद साहित्य को सामाजिक परिवर्तन का सशक्त माध्यम मानते थे. അപ്പോൾ ഇദ്ദേഹം കഥയും ഉപന്യാസവും അല്ലാതെ കൂടാതെ തന്നെ നിബന്ധം എഴുതിയിട്ടുണ്ട്, നാടകം രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം വിചാരിക്കുന്നതെന്ന് വെച്ചാൽ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പരിവർത്തനം കൊണ്ടുവരണമെങ്കിൽ അത് സാഹിത്യത്തിലൂടെ മാത്രമേ കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് പ്രേംചന്ദ് ജി. किसानों और मजदूरों की दयनीय स्थिति, दलितों का शोषण, समाज में स्त्री की दुर्दशा और स्वाधीनता आंदोलन आदि उनकी रचनाओं के मूल विषय हैं. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്തൊക്കെയാണെന്നറിയോ? എന്തൊക്കെയാ? കിസാനോ ഓർ മസ്ദൂറോ കി ദയനീയ സ്ഥിതി, കർഷകരുടെയും കഷ്ടപ്പെടുന്ന മസ്ദൂറുകളുടെയും പണിയെടുക്കുന്നവരുടെയും ഒക്കെ ദയനീയ അവസ്ഥ, ദളിതരെ ശോഷണം, അതൊക്കെ നമുക്ക് മീൻസ് അവരുടെ കഷ്ടപ്പാടുകൾ, ഇതെല്ലാം നമുക്കിതിലൂടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ ഇപ്പോഴത്തെ സമൂഹത്തിലെ ദുർദശ, ഇതെല്ലാം ഇദ്ദേഹം ഇതിലൂടെ തൻ്റെ സാഹിത്യത്തിലൂടെ കാണിക്കുന്നുണ്ട്.
പ്രേംചന്ദ് के कथा साहित्य का संसार बहुत व्यापक है ഒരു ഒത്തിരി എഴുതിയിട്ടുള്ള ഒരാളാണ് പ്രേംചന്ദ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ സാഹിത്യം എന്ന് പറഞ്ഞത് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഒന്നാണ്. उसमें मनुष्य ही नहीं पशु पक्षियों को भी अद्भुत आत्मीयता मिली है. बड़ी से बड़ी बात को सरल भाषा में सीधे और संक्षेप में कहना प्रेमचंद के लेखन की പ്രമുഖ വിശേഷത ഹെ. അപ്പോൾ മനുഷ്യന് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിൽ നമുക്ക് പശു പക്ഷികളെ കുറിച്ച് പോലും അവർക്ക് പോലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. उनकी भाषा सरल सजीव एवं मुहावरेदार है तथा उन्होंने लोक प्रचलित शब्दों का प्रयोग कुशलतापूर्वक किया है. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാഷയെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ആം ജനത സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഭാഷയാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നത്. അതുകൂടാതെ മുഹാവരേദാർ ഹെ, ആ മുഹാവരയൊക്കെ ഉപയോഗിച്ച് ലോകോക്തി ശബ്ദങ്ങളൊക്കെ ഉപയോഗിച്ച് നാട്ടുകാർ സാധാരണ പറഞ്ഞ പ്രയോഗങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദോ ബേലോം കി കഥ എന്ന് പറയുന്നത് മനുഷ്യൻ്റെയും ജീവജാലങ്ങളുടെയും അല്ലെങ്കിൽ ജന്തുക്കളുടെ ഇടയിലുള്ള ഒരു ഭാവാത്മകമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ തന്നെ പറയുന്നുണ്ട് സ്വതന്ത്രതയുടെ ആവശ്യം എത്രത്തോളമാണെന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വായിച്ചിട്ട് കഥയിലോട്ട് പോകാം. दो बैलों की कथा के माध्यम से प्रेमचंद ने कृषक समाज और पशुओं के भावात्मक संबंध का वर्णन किया है. इस कहानी में उन्होंने ये भी बताया है कि स्वतंत्रता सहज में नहीं मिलती, उसके लिए बार बार संघर्ष करना पड़ता है. इस प्रकार परोक्ष रूप से ये कहानी आज़ादी के आंदोलन की भावना से जुड़ी है. അപ്പോൾ മറ്റൊന്നും കൂടെ ഇതിൽ ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട്. സ്വതന്ത്രത എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന കാര്യമല്ല. നമ്മൾക്ക് നമ്മുടെ ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് അതിനുവേണ്ടി ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ആ സമയത്തുണ്ടായിരുന്ന ഫ്രീഡം മൂവ്മെൻറ്റ്, ഇൻഡിപെൻഡൻസ് നമുക്ക് സ്വതന്ത്രം കിട്ടുന്നതിന് മുമ്പേ ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിനു വേണ്ടിയിട്ടും കൂടെയാണ് ഈ കഥയിലൂടെ ചെറിയൊരു ഇത് പറയുന്നത്. സ്വതന്ത്രത എന്ന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടിയും കൂടെ വരും. എന്നിരുന്നാൽ പോലും നമ്മുടെ ആസാദി, നമ്മുടെ ഫ്രീഡം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു മനുഷ്യന് മാത്രമല്ല ഏത് ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ടും ഫ്രീഡം എന്ന് പറയുന്നത് ഒത്തിരി ആവശ്യമുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. इसके साथ ही इस कहानी में प्रेमचंद ने पंचतंत्र और हितोपदेश की कथा परंपरा का उपयोग और विकास किया है. ഈ കഥയിലൂടെ അദ്ദേഹം പഞ്ചതന്ത്ര കഥകളുടെയും ഹിതോപദേശ കഥകളെയൊക്കെ ഇതിൽ കൂടെ ചെറിയ രീതിയിൽ കാണിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ദോ ബേലോം കി കഥ. അപ്പോൾ എന്തുവാണ് ഇവിടെ? ദോ ബേലോം കി കഥ, രണ്ട് ഓക്സുകൾ. ഇപ്പോൾ ദി സ്റ്റോറി ഈസ് അബൌട്ട് 2 ox. അപ്പം നമുക്ക് നോക്കാം. जानवरों में गधा सबसे ज्यादा बुद्धिहीन समझा जाता है. हम जब किसी आदमी को परले दर्जे का बेवकूफ कहना चाहते हैं तो उसे गधा कहते हैं. गधा सचमुच बेवकूफ है या उसके सीधेपन, उसके तिरापत सहिष्णुता ने उसे ये पदवी दे दी है, इसका निश्चय नहीं किया जा सकता. അപ്പോൾ എന്താ പറയുന്നത്? तो यहाँ पे कहानीकार कहते हैं कि गधा जो है सबसे समझदार जानवर कहलाता है, जो कि बहुत ही बुद्धिहीन समझा जाता है. समझदार नहीं, सबसे बुद्धिहीन समझा जाता है गधे को. लेकिन वास्तव में क्या वो बुद्धिहीन है? അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കഴുത എന്ന് പറയുന്ന കഴുതേനെ എന്താ പറയുന്നത്? ഏറ്റവും മണ്ടനായ ഒരു മൃഗമായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ നമുക്ക് മണ്ടൻ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് കഴുത. എന്ന് വെച്ചാൽ ഒന്നും അറിയില്ല, ഒന്നും തിരിച്ചറിവില്ലാത്ത മണ്ടനായ ഒരാളെ നമ്മൾ വിളിക്കുക സാധാരണയായിട്ട് കഴുത എന്ന് വിളിക്കുക. അപ്പോൾ ശരിക്കും പ്രേംചന്ദ്ജി ചോദിക്കുകയാണ്, ഈ പറയുന്ന കഴുത എന്ന് പറയുന്ന ഒരു ജാൻവർ ശരിക്കും അത്രയും മണ്ടനാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മണ്ടനായതുകൊണ്ടാണോ? അതോ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് സീതേപ്പൻ ഒന്നും മീൻസ് കള്ളത്തരം ഇല്ലാതെ കൊടുക്കുന്ന ജോലി ശരിക്ക് ചെയ്യുന്ന എന്തും സഹിക്കുന്നത് കൊണ്ടാണോ അതിനെ അങ്ങനെ കഴുത എന്ന് വിളിക്കുന്നത്? എന്തും സഹിക്കുന്ന വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളവരെ എന്ത് ചെയ്യാം, അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യും, പെട്ടെന്ന് ചൂഷണം ചെയ്യും മറ്റുള്ളവർ, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ കഴുതയും മനുഷ്യരെന്ത് ചെയ്യുന്നു, ഒത്തിരി ഉപയോഗിക്കുന്നു, ചൂഷണം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതിനെ കഴുത മണ്ടനാണെന്നും കരുതുന്നു. യഥാർത്ഥത്തിൽ അത് മണ്ടനാണോ എന്നാണ് പ്രേംചന്ദ്ജി ചോദിക്കുന്നത്. गाय सिंह मारती है. ब्याई हुई गाय तो अनायास ही सिंघनी का रूप धारण कर लेती है. कुत्ता भी बहुत गरीब जानवर है, लेकिन कभी कभी उसे भी क्रोध आ ही जाता है, किंतु गधे को कभी क्रोध करते नहीं सुना न देखा. പക്ഷേ യഥാർത്ഥത്തിൽ നോക്കിയേ, പശു പോലും ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യും? കൊമ്പ് കൊടുക്കും, ഇല്ലേ? കൊമ്പുണ്ട് ഇടിക്കും. പട്ടി എന്ന് പറയുന്നത് പാവം മൃഗമാണ്, പക്ഷെ അതും ചിലപ്പോൾ കടിക്കുകയും അല്ലെങ്കിൽ കുരയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട്.
എന്നാൽ ഇവിടെ പ്രേംചന്ദ്ജി ചോദിക്കുകയാണ്, എപ്പോഴേലും ഒരു കഴുത ആരെങ്കിലും കൊമ്പ് കുത്തിയെന്നോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നതായിട്ടോ മീൻസ് ദേഷ്യം പ്രകടിപ്പിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ എന്ന്. അപ്പോൾ അത്രയും സഹിക്കുന്ന ഒരു മൃഗമാണ് കഴുത. गधा जो होता है उतनी सहिष्णुता से भरा हुआ एक जानवर है, वो कभी भी गुस्सा करते हमने कभी नहीं सुना. जितना चाहो गरीब को मारो, चाहे जैसी खराब सड़ी हुई घास सामने डाल दो, उसके चेहरे पर कभी असंतोष की छाया भी ना दिखाई देगी. അപ്പോൾ എത്ര വേണോ ഈ കഴുതേനെ മാലിക് അതിൻ്റെ ഓണർ അടിച്ചു നോക്കൂ, അതിനെ സടി ഹുയി ഗ്ലാസ് കൊടുത്തു നോക്കൂ, മീൻസ് ഉണങ്ങി ഇതായ ഗ്ലാസ് പുല്ലാണ് അതിന് കൊടുത്തു നോക്കിയാലും അതിൻ്റെ മുഖത്ത് ഒരു അസന്തോഷിൻ്റെ ഭാവം ഒരിക്കലും വന്നിട്ടില്ല, സന്തോഷമില്ലായ്മയുടെ ഭാവം ഒരിക്കലും തന്നെ വന്നിട്ടില്ല. എന്ത് ചെയ്താലും അത് സഹിച്ചു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. पर हमने तो उसे कभी खुश होते नहीं देखा. ആണെങ്കിലും ഒരു കാര്യം, ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡും കൂടെ ഉണ്ട്. എല്ലാം സഹിക്കുന്നു, അത് ഒരിക്കലും ഓപ്പോസ് ചെയ്ത് കാണുന്നില്ല, എല്ലാം അനുസരിച്ച് നിൽക്കുന്ന ഒരാളാണ് കഴുത. പക്ഷേ മറുവശത്ത് ചിന്തിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ സന്തോഷിച്ചും കാണുന്നില്ല, ഇല്ലേ? ഒരാൾ സന്തോഷിച്ചും കാണുന്നില്ല, ഓപ്പോസ് ചെയ്തും കാണുന്നില്ല. ഒരു നിർവികാരമായിട്ടൊരു ജീവിയാണ് ഈ പറഞ്ഞ കഴുത, ഗധ. അപ്പോൾ हमने कभी इस गधे में संतोष की भावना भी नहीं देखा, भाव भी नहीं देखा, ना ही उसमें संतोष की भाव देखा है. चाहे उसके जितना भी मारो, जितना भी पीटो, उसे सड़े घास दे दो, उसमें कभी असंतुष्टता नहीं देखी. पर ये भी सोचने की बात है कि वो कभी संतोष भी नहीं था. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും, സുഖ് ദുഃഖ് ഹാനി ലാഭ് കിസി ഭി ദശാ में उसे बदलते नहीं देखा. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ നമുക്കത് മനസ്സിലാവുമെന്ന് വെച്ചാൽ സുഖ ദുഃഖമോ അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന ലാഭമോ ഹാനി, അതിന് എന്തെങ്കിലും നമ്മൾ ദോഷം ചെയ്യുകയോ ഒന്നും തന്നെ അതിനെ ബാധിക്കുന്നില്ല. അത് നേരത്തെ ഞാൻ പറഞ്ഞു, നിർവികാരമായിട്ട് അത് നിൽക്കുകയാണ്. അപ്പോൾ गधे को क्या है कि उसे सुख भी नहीं भाता, दुख भी नहीं भाता, चाहे उसमें दोष करो, उस पर दोष करो या लाभ करो, ये सब उसमें कुछ भी नहीं भाव उस पर उत्पन्न करता. उसमें कोई भाव बदलते हम नहीं देख सकते. पर आदमी उसे बेवकूफ़ कहता है. പക്ഷേ മനുഷ്യൻ എന്താ വിളിക്കുന്നത് കഴുതേനെ? ഇത് കണ്ടിട്ട് മനുഷ്യൻ വിചാരിക്കും കഴുത ഒരു മണ്ടനാണെന്ന്. बेवकूफ़ मतलब फूल. सद्गुणों का इतना अनादर कहीं नहीं देखा. कदाचित सीधापन संसार के लिए उपयुक्त नहीं है. देखिए ना, भारतवासियों की अफ्रीका में क्या दुर्दशा हो रही है. क्यों अमेरिका में उन्हें घुसने नहीं दिया जाता? बेचारे शराब नहीं पीते, 4 पैसे कुछ समय के लिए बचा कर रखते हैं, जी तोड़कर काम करते हैं, किसी से लड़ाई झगड़ा नहीं करते, 4 बातें सुनकर गम खा जाते हैं, फिर भी बदनाम है कहा जाता है. वे जीवन के आदर्श को नीचा करते हैं. अगर वे भी ईंट का जवाब पत्थर से देना सीख जाते तो शायद सभ्य कहलाने लगते. तो यहाँ पर प्रेमचंद जी कहते हैं कि जब जो गधा होता है वो अपने सीधेपन के लिए उसे क्या कहते हैं लोग? बेवकूफ़ कहते हैं. അപ്പോൾ ഇവിടെ പ്രേംചന്ദ് ജി പറയുന്നതെന്ന് വെച്ചാൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള നേരെ വാ നേരെ പോ എന്നുള്ള നമ്മുടെ കഴുതേനെ പാവമല്ല മനുഷ്യരെന്താ വിളിക്കുന്നത്? ബേവ്കൂഫ് എന്ന് വിളിക്കും. പാവം ഇവിടെ കഴുതയാണ് അല്ലേ. അപ്പം കഴുതേനെ വിളിക്കുന്നത് മണ്ടൻ എന്നാണ് വിളിക്കുന്നത്. അതിന് യാതൊരു പ്രത്യേക ഭാവവും ഇല്ലാതെ അത് അതിൻ്റെ കാര്യം നോക്കി മാത്രം, സന്തോഷമാവില്ല ദുഃഖവും ഇല്ല, എന്ത് ചെയ്താലും മിണ്ടാതെ സഹിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് അതിനെ മണ്ടൻ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രേംചന്ദ് ജി ചോദിക്കുകയാണ്, ഇങ്ങനെയുള്ള മനുഷ്യരെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട്, സീതാപ്പൻ മത്ലബ് സീത, സ്ട്രെയിറ്റ് ഫോർവേഡ്, ഒന്നും അതിൽ വേറെ ക്രൂഡായിട്ടൊന്നും ചിന്തിക്കാതെ വളരെ നേരെ പോകുന്നുള്ള മനുഷ്യരെ ഇങ്ങനെയാണോ മറ്റുള്ളവർ ചൂഷണം ചെയ്യാറുണ്ടോ ഇതുപോലെ എന്ന് വെച്ചാൽ ഇവിടെ ഒരു എക്സാമ്പിൾ ഇദ്ദേഹം പറയുന്നുണ്ട്. നോക്കിയേ, നമ്മുടെ ഇവിടെ നിന്ന് ഭാരത്വാസിയും നമ്മുടെ ഇന്ത്യക്കാർ ആഫ്രിക്കയിൽ പോകുമ്പോൾ അവരെങ്ങനെയാണ് നമ്മളോട് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഗാന്ധിജിയുടെ ഒരു ഉദാഹരണം പറയാം. ആദ്യമായിട്ട് ഗാന്ധിജി ആഫ്രിക്കയിൽ പോയ സമയത്ത് അദ്ദേഹത്തിന് അവിടെ നിന്ന് വെച്ചാൽ ഒരുപാട് മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ ആ സമയത്ത് എഴുതിയിരുന്ന പ്രേംചന്ദ് ജി ചിലപ്പോൾ ആ കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ടായിരിക്കണം പറയുന്നത്. ആഫ്രിക്കയിൽ വെച്ചുണ്ടായ മോശം അനുഭവങ്ങൾ, ഇപ്പം വളരെ നല്ല മനുഷ്യനായ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ഗാന്ധിജിയെ പോലും അവിടെയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അവർ അതിനെന്ത് ചെയ്തു, ചൂഷണം ചെയ്തു. അതുപോലെ തന്നെ അമേരിക്കയിൽ നമുക്ക് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്, അവിടെ കയറ്റാറില്ല. ആ സമയത്തൊന്നും അവിടെ നമുക്ക് ഉനെ ഗുസ്നെ നെഹി ദിയാ ജാത്ത എന്നാണ്. ആ സമയത്ത് അമേരിക്കയിൽ നിന്നും നമുക്ക് പോകാനേ കഴിഞ്ഞിരുന്നില്ല. ഭാരത്വാസിയോക്കോ नहीं घुसने दिया जाता था. അപ്പോൾ എന്താണ് നമ്മുടെ തെറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ ബേച്ചാരെ ഷറാബ് നഹി പീത്തെ. അപ്പോൾ നമ്മളിവിടെ മദ്യമൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാരിൽ ഭൂരിഭാഗവും വരും വളരെ നല്ല മനുഷ്യരായിരുന്നു, മദ്യമൊന്നും കഴിക്കാത്ത ആൾക്കാരായിരുന്നു, ഒരു ജഗട ലടായി അങ്ങനെ ഒന്നുമില്ല, അടിപിടി ഒന്നുമില്ലാത്തവരായിരുന്നു. ചാർ ബാത്തെ സുൻകർ ഘം ഖാ ജാത്തെ ഹെ. ആരെങ്കിലും 4 വർത്താനം പറഞ്ഞാൽ തന്നെ വിഷമിച്ചൊരിടത്ത് ഇരിക്കുന്ന സാധാരണക്കാരായിരുന്നു നമ്മുടെ ഇന്ത്യക്കാർ. कहा जाता है वे जीवन के आदर्श को नीचा करते हैं. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ഈ സാധാരണക്കാരെ അവരെന്ത് ചെയ്യുന്നു, ബദ്നാം फिर भी बदनाम है कहा जाता है वे जीवन के आदर्श को नीचा करते हैं. എന്നിട്ട് പോലും എന്ത് ചെയ്യുമായിരുന്നു, അവരെ ഇൻസൾട്ട് ചെയ്യുമായിരുന്നു, അവർ ആദർശങ്ങളെ താഴ്ത്തി കെട്ടുന്നു എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഇൻസൾട്ട് ചെയ്തിരുന്നത്. अगर वे भी ईट का जवाब पत्थर से देना सीख जाते तो शायद സഭ്യ കേലാനെ ലഗ്തെ. അപ്പോൾ എന്താണ്, അവരും തിരിച്ച് അതേ രീതിയിൽ ഓപ്പോസ് ചെയ്തിരുന്നു എങ്കിൽ ഇവർ നല്ലവരെന്ന് കേൾപ്പിച്ചേനെ. അപ്പോൾ അവർ പറയുന്ന രീതിയിൽ അവർ ഇൻസൾട്ട് ചെയ്യുന്ന നമ്മളോട് മറ്റ് രാജ്യക്കാർ എങ്ങനെയാണോ പെരുമാറിയിരുന്നത് അതേപോലെ തിരിച്ച് നമ്മൾ പെരുമാറിയിരുന്നുവെങ്കിൽ നമ്മൾ ഒരുപക്ഷെ സഭ്യരെന്ന് പറഞ്ഞേനെ. പക്ഷേ നമ്മൾ അങ്ങനെ പെരുമാറാതെ എല്ലാം സഹിച്ചത് കൊണ്ടാവണം നമ്മൾ എന്തായിട്ട് മാറിയത്, അവർ നമ്മളെ സ്ലേവ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്തതും സഭ്യത ഇല്ലാത്തവർ, നമ്മളെ ആദർശങ്ങളെ താഴ്ത്തി കെട്ടുന്നു എന്നൊക്കെ അവർ വിചാരിച്ചത് അതുകൊണ്ടായിരിക്കണം. ജാപ്പാൻ കി മിസാൽ സാമനെ ഹെ. അതിനൊരു എക്സാമ്പിളാണ് ജാപ്പാൻകാർ. എത്ര എന്താ പറയുന്നത്, അവരുടെ ജീവൻ പോയാൽ പോലും അവരുടെ സെൽഫ് റെസ്പെക്റ്റ് വിട്ട് കളിക്കാതെ അവരതിനെ ഓപ്പോസ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. സഹിഷ്ണുത എന്നുള്ള സംഭവം അവിടെ ഇല്ല, സഹിക്കുക എന്നുള്ളത് ഇല്ല. ഇപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് പ്രേംചന്ദ് ജി പറഞ്ഞു വരുന്നത് നമ്മുടെ ആ സമയത്തെ അവസ്ഥയെക്കുറിച്ചും കൂടെയാണ്. वो बताना चाहते हैं कि भारत जो है उस समय पर अंग्रेज़ों के अधीन में था. तो यहाँ पर अंग्रेज़ों का राज चल रहा था और हम लोग क्या कर रहे थे, चुपचाप उसको सह रहे थे. प्रेमचंद जी कहना चाहते हैं कि उसकी ज़रूरत नहीं है, हम किसी के गुलाम नहीं हैं और सहने की कोई ज़रूरत नहीं है. जैसे गधा सब कुछ सहता है फिर भी मूर्ख कहलाता है, हम भी सह रहे हैं, शायद इसलिए हमारी भी कोई इज्जत नहीं है, हमें भी मूर्ख समझा जा रहा है. അപ്പോൾ നമ്മളും സഹിക്കുന്നത് കൊണ്ടായിരിക്കണം. ആ സമയത്ത് നമ്മൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ സഹിച്ചു, അല്ലേ, അവരുടെ അധീനതയിലായിരുന്നു, അവർ സഹിച്ചു. അപ്പോൾ പ്രേംചന്ദ് ജി ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ്, നമ്മൾ ഇങ്ങനെ സഹിക്കുന്നത് കൊണ്ടാവാം അവർ നമ്മളെ എന്തായിട്ട് കരുതുന്നത്, മൂർഖന്മാരായിട്ട് കരുതുന്നത്, മണ്ടന്മാരായിട്ട് കരുതുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ സഹിക്കേണ്ട ഒരു കാര്യവും ഇല്ല. അതിന് ഉദാഹരണമായിട്ടാണ് അദ്ദേഹം കഴുതയുടെ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു തന്നത്. एक ही विजय ने उसे संसार की सभ्य जातियों में गण्य बना दिया. അങ്ങനെ നമ്മൾ ഓപ്പോസ് ചെയ്ത് ജയിച്ചു കഴിഞ്ഞാൽ ജാപ്പാനുകാർ കണ്ടോ, ഒറ്റ വിജയം കൊണ്ട് തന്നെ എല്ലാ ലോകത്തെ മറ്റു രാജ്യങ്ങളിൽ നിന്നും എന്ത് ചെയ്തു, മുൻപന്തിയിലെത്തി, അല്ലേ. അതൊരു എക്സാമ്പിളായിട്ടാണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത്. बाकी का भाग जो है मैं एक वीडियो के साथ आऊँगी. तब तक के लिए धन्यवाद. थैंक यू.